വാങ്ങിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇന്ന് പാർട്ട് 2 ഊട്ടി ഡേയ്സ് പാർട്ട് 2 ആണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ എണീറ്റ് പല്ലൊക്കെ തേച്ച് കാപ്പിയൊക്കെ കുടിച്ചു. അപ്പോൾ ഞാൻ ഈ ഒരു ഇത് വാങ്ങിച്ചു ഇന്നലെ, ഞാൻ അത് ഇട്ടുകൊണ്ട് നടക്കുകയാണ്. ഒരു പാൻറ്റും ടോപ്പായിരുന്നു ഞാൻ ഓൾറെഡി വെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് രാത്രി ഉറങ്ങാൻ വേണ്ടി വെയർ ചെയ്തതാണ്. സോ ഇനി നമ്മൾ ഇന്നും കുറച്ച് ചുറ്റാനൊക്കെ പോകുന്നുണ്ട്. ഞാൻ വീഡിയോ ഒക്കെ ഇടാം. ഇന്നലത്തെ വീഡിയോ അത് അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സ്ലോലി അപ്ലോഡ് ആകും, നെറ്റ് കുറവാണ്. ഗൈസ്, ഞാൻ എന്താ കാറിൽ കയറി ഞങ്ങൾ പോവാണ്. ഞാൻ ഈ ഒരു ജീൻസും ടോപ്പാണ് വെയർ ചെയ്തിരിക്കുന്നത്. കാറിൽ നിന്ന് എടുക്കുമ്പോൾ എന്തോ പോലെ ഉണ്ടായിരുന്നു വീഡിയോ. പിന്നെ ഇവിടെ കുറേ പേരൊക്കെ ഉണ്ട്. ഞങ്ങൾ ഊട്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഞങ്ങൾ നാളെയാണ് കേട്ടോ ഇറങ്ങുന്നത്. അപ്പോൾ നാളെ ആയിരിക്കും ഞങ്ങൾ ഇറങ്ങുക. അപ്പോൾ ഇതാ ഇവിടെ ഫോട്ടോഷൂട്ട് നടക്കുകയാണ് വീണ്ടും. പിന്നെ അത് അതിൻ്റെ അനിയത്തിയും വലിയ അനിയത്തിയും ചെറിയ അനിയത്തിയും. വലിയ അനിയത്തിയും ഞാനും ഏകദേശം ഒരേപോലത്തെ ഡ്രസ്സായിരുന്നു. ഇത് ഹോട്ടലിൽ വെച്ചിട്ടാണ്. പിന്നെ ഞങ്ങളിതാ റോസ് ഗാർഡനിൽ പോയി അവിടെ നിന്ന് എടുത്തു. കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ കുറേ എടുത്തു. പിന്നെ ഇതാ എൻ്റെ അമ്മ, ചെറിയമ്മ, അനിയത്തി എല്ലാവരും ഉണ്ട് ഇതിൽ. പിന്നെ ഞാൻ എന്തോ ചെയ്യാണ് അവിടെ. മറ്റേ ഗുഹ പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു ആ റോസ് ഗാർഡൻ്റെ അവിടെ. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ പാർക്കിൽ പോയി. അവിടുത്തെ ഈ ഗുഹ പോലത്തെ സംഭവമാണ് ഇതൊക്കെ. അപ്പോൾ അവിടെ നിന്ന് കുറേ വീഡിയോസ് എടുത്തു. ഫോട്ടോസല്ലേ. പിന്നെ അച്ഛൻ ഇങ്ങനെ ഫോട്ടോ ഷൂട്ട് ചെയ്യാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ വീഡിയോ എടുത്താണ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ മേലിൽ നിന്ന് ഞങ്ങൾ താഴത്തെ വ്യൂ എടുക്കുമായിരുന്നു. അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ എന്താണ് ആ താഴത്തെ വ്യൂ കാണിക്കുകയാണ്. അപ്പോഴേക്ക് ഇരുട്ടായിട്ട് പിന്നെ എന്ത് കണ്ടോ ഗൈസ്. അപ്പോൾ ഞാൻ എൻ്റെ അനിയത്തിക്ക് ഉമ്മ എടുക്കുകയാണ്. പിന്നെ ഞങ്ങൾ ഏതോ ഒരു പാറൻ്റെ മേലെ കയറിയിൽ കളിക്കുകയാണ് ഞാനും. ഗൈസ്, ഞാൻ അവിടെ നിന്ന് കുറച്ച് ആ ഒരു ഹൗസ് പോലെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെയാണ് ഞാൻ കാറിൽ കയറി കേട്ടോ. അപ്പോൾ മുന്നേ കാറിൽ കയറി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ഞാൻ സ്റ്റൈലിഷായിട്ട് പോയതാണ് ഞങ്ങൾ. ഞാനും എൻ്റെ അനിയത്തിയും സെയിം ഡ്രസ്സാണ്. പിന്നെ പിന്നെ ഇതെന്തൊരു സ്റ്റക്ക് ഉണ്ട് ഗൈസ്. ഇതവിടുത്തെ ഒരു അടിപൊളി വാട്ടർ ഇതാണ്. ഞാൻ അതെടുത്തിട്ടുണ്ട്. കുറേ നേരം എടുത്തിട്ടുണ്ട് ഗൈസ്. ഇനി നെക്സ്റ്റ് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകും. ഞാൻ വീഡിയോ ഇടാം. നെക്സ്റ്റ് ഞങ്ങളൊരു വാട്ടർഫോൾസാണ് എടുത്തിരിക്കുന്നത്. അതും അടിപൊളി വാട്ടർഫോൾസാണ്. സത്യം പറഞ്ഞാൽ നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക്. ആ ഒരു പാർക്കിൽ പോയാൽ നിങ്ങൾക്ക് നല്ലോണം എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് പാർട്ട് 2 വീഡിയോ ആണ് കേട്ടോ, ഊട്ടി ഡേയ്സിൻ്റെ. പിന്നെയാണ് ഞങ്ങൾ കാറിൽ കയറിയത്, എൻ്റെ വലിയ അനിയത്തിയും. പിന്നെ ഞങ്ങൾ കാറിൽ കയറി പൂ പറിച്ചു. കുറേ പൂവൊക്കെ ഉണ്ടായിരുന്നു. കുറേ പൂവുണ്ടായിരുന്നു. ഒരു വയലറ്റ് പൂ നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് വേറൊന്നും വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. ബിരിയാണി മതി പറഞ്ഞു. അവിടെ ബിരിയാണിയും മീൽസും ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ബിരിയാണി മതി, മീൽസ് വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അതിന് കുറച്ച് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ അതിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ഐസ്ക്രീം ഷോപ്പ് ഉണ്ടായിരുന്നു അതിൻ്റെ ഓപ്പോസിറ്റ്. അപ്പോൾ ഞങ്ങൾ അത് വാങ്ങിച്ചു. പിന്നെ ഞാൻ ഈവനിങ് കട്ടൻ ചായ കുടിക്കുന്നുണ്ട്. കട്ടൻ കാപ്പിയാണ്, കട്ടൻ ചായയല്ല. സോ ഇത്രയ്ക്ക് ഞാനിപ്പോൾ ഇതുവരെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ. ഇനി ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകുന്ന വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. ഞാൻ അതാണ് പറയുന്നത്, കട്ടൻ കാപ്പി കുടിക്കുകയാണെന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ ഷോപ്പിങ്ങിന് പോകാൻ ഇറങ്ങി. ഞാൻ മറ്റേ തണുപ്പിന് വേണ്ടി വെക്കുന്ന ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ പോയത്. പിന്നെ കാറിൽ കയറി സാധാരണ പോലെ ഇങ്ങനെ പോവായിരുന്നു. പിന്നെ ഞാനൊരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഒരു പെട്ടി പോലത്തെ ബാഗ്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ബാഗാണ്. അപ്പോൾ അതൊന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വരുന്ന വഴിക്ക് കുറച്ച് ലൈറ്റൊക്കെ ആയിട്ട് നല്ല സെറ്റിങ്സൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. ഞാൻ അതൊക്കെ എടുത്തിട്ടുണ്ട്. കാറിൻ്റെ ഉള്ളിൽ നിന്നാണ് എടുക്കുന്നത്. അടിപൊളിയാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ ഊട്ടിക്ക് വന്നാൽ മസ്റ്റായിട്ടും നിങ്ങൾ ഈ ഷോപ്പിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ മസ്റ്റായിട്ട് നോക്കും. പിന്നെ ഞാൻ ഈ ജെറീൻ്റെ ഒരു കീ ചെയിൻ അതിലിടാൻ വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സ്ക്രഞ്ചീസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു 2 എണ്ണം, ഒരു ബ്ലാക്കും ഒരു ബ്ലൂവും. പിന്നെ ബ്രേസ്ലെറ്റ് ബ്ലൂ ഞാൻ കാണിക്കുന്നുണ്ട് ഇടയിൽ. ഇത് ബ്രേസ്ലെറ്റാണ് കേട്ടോ. ഞങ്ങൾ സിസ്റ്റേഴ്സിന് 3 പേർക്ക് ഒരേപോലെ വാങ്ങിച്ചതാണ്. പിന്നെ ഗൈസ് ഞാനപ്പോൾ വേറെന്തോ എടുക്കണം. മാല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു മാല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു
ആ മാല ഞാൻ കാണിച്ചു. പിന്നെ ഒരു കറുപ്പ് മാല ഞങ്ങൾ 3 പേർക്ക് ഒരേപോലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കറുപ്പ് മാല അടിപൊളിയാണ്. പിന്നെ ഞാൻ ബ്ലൂ സ്ക്രഞ്ചി വാങ്ങിച്ചത്, അത് ഞാൻ കാണിക്കുന്നുണ്ട്, കണ്ടോ. പിന്നെന്താ, പിന്നെ ഒന്നുമില്ല. പിന്നെ 2-3 ബോൺ ക്ലിപ്പ് പോലത്തെ സംഭവം, അത് എനിക്ക് 2 വാങ്ങിച്ചിട്ടുള്ളൂ, അമ്മയ്ക്ക് വേറൊന്ന്, അങ്ങനെ കുറേ പേരൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇതാണ് ബാഗ്, ഞാൻ ഓൾറെഡി കാണിച്ചാണ്, കീ ചെയിൻ ഇട്ടിട്ട് കാണിച്ചില്ലല്ലോ പറഞ്ഞിട്ട് കാണിച്ചു. ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ 7up വാങ്ങിച്ചിട്ട് വന്നു. ഞങ്ങൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോ കാണാം. ബൈ.